കേരള രാഷ്ട്രീയത്തിൽ 10 വർഷം നീണ്ടുനിന്ന ഒരു യുഗത്തിന് തിരശ്ശീല വീഴുകയാണ്. അജയൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഭരണാധികാരിക്കും കേഡർ കരുത്തിന്റെ ഹുങ്കിൽ ആരെയും തൃണവൽക്കരിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിനും ലഭിച്ച ഏറ്റവും വലിയ പ്രഹരം. ഇത് വെറുമൊരു ഭരണമാറ്റമല്ല, പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന്റെ പ്രതിരോധ കോട്ടകൾ ഒന്നൊന്നായി തകർത്തുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടത്തിയ ജൈത്രയാത്രയാണ്. കഴിഞ്ഞ 5 വർഷം നിയമസഭയ്ക്കകത്തും പുറത്തും പിണറായി വിജയന്റെ കണ്ണിലെ കരടായിരുന്നു വി.ഡി. സതീശൻ. പിണറായിയുടെ ഓരോ വീഴ്ചയെയും രാഷ്ട്രീയമായി തളച്ചിട്ട പ്രതിപക്ഷ നേതാവ്. അഴിമതി ആരോപണങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ആടിയുലഞ്ഞ ഇടത് സർക്കാരിന് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാളിയായി അദ്ദേഹം നിലകൊണ്ടു. ഇരട്ടച്ചങ്കൻ എന്ന പദപ്രയോഗത്തെ ജനകീയമായ ശക്തമായ നിലപാടുകൾ കൊണ്ട് അദ്ദേഹം നേരിട്ടു. ഇന്ന് ആ പോരാട്ടം ലക്ഷ്യത്തിലെത്തുമ്പോൾ അത് പിണറായി വിജയന്റെ വ്യക്തി കേന്ദ്രീകൃത ഭരണശൈലിക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. പിണറായി വിജയന് കീഴിൽ കേരളം കണ്ട ഏറ്റവും വലിയ പരാജയം ആഭ്യന്തര വകുപ്പിനായിരുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു പകരം പോലീസ് സംവിധാനം പാർട്ടി താൽപര്യങ്ങളുടെ കളിപ്പാവയായി മാറി. സാമൂഹിക മാധ്യമങ്ങളിലും തെരുവുകളിലും വർഗീയതയും വേഷപ്പകർച്ചകളും ആടിത്തിമർത്ത വിഷപ്രചാരകർക്ക് ഭരണകൂടം കൂട്ടുനിന്നു. സൈബർ ഇടങ്ങളിൽ എതിരാളികളെ വ്യക്തിഹത്യ നടത്താനും വർഗീയ ധ്രുവീകരണം നടത്താനും സൈബർ പോരാളികളെ അഴിച്ചുവിട്ടപ്പോൾ അത് കേരളത്തിന്റെ മതേതര മനസ്സിനേറ്റ മുറിവായി. ഈ നെറികെട്ട രാഷ്ട്രീയ പ്രചാരണങ്ങളെയും പോലീസ് രാജിനെയും ജനം തിരിച്ചറിഞ്ഞു. നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെ നൽകിയ മറുപടിയാണിത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കില്ലെന്ന് അഹങ്കരിച്ച CPM നേതൃത്വത്തിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. താഴെത്തട്ടിലെ ജനവികാരം അളക്കുന്നതിൽ പിണറായിയും പാർട്ടിയും ദയനീയമായി പരാജയപ്പെട്ടു. സർക്കാരിന്റെ ധാർഷ്ട്യത്തിനും പോലീസ് പരാജയങ്ങൾക്കും എതിരെ ഉയർന്ന ജനരോഷം വോട്ടായി മാറിയപ്പോൾ തകർന്നു വീണത് ഇടതിന്റെ ഉരുക്കുകോട്ടകളാണ്. സതീശന്റെ വരവ് സൂചിപ്പിക്കുന്നത് CPMന്റെ വോട്ട് ബാങ്കുകളിൽ വീണ വലിയ വിള്ളലാണ്. ഭരണത്തുടർച്ചയുടെ അഹങ്കാരത്തിന് കാലം നൽകിയ മറുപടിയാണ് ഈ മാറ്റം. വിഴുപ്പലക്കലുകൾ ഇല്ലാത്ത, അഴിമതിയുടെ കറപുരളാത്ത ഒരു പുതിയ ഭരണകാലമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കുക മാത്രമല്ല, വരാനിരിക്കുന്ന ദശാബ്ദങ്ങളിൽ കേരളം ആരെ പിന്തുടരണമെന്ന കൃത്യമായ പ്രഖ്യാപനം കൂടിയാണ്. വിജയം മധുരമുള്ളതാണ്, പക്ഷേ ഉത്തരവാദിത്വം അതിലേറെ വലുതാണ്. മുൻഗാമികളുടെ പാളിച്ചകൾ ഒരു പാഠമാകണം. ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭരിക്കാനുള്ള അധികാരം മാത്രമല്ല, ഒരു വലിയ പ്രതീക്ഷ കൂടിയാണ്. പഴയ വിഴുപ്പലക്കലുകളും പ്രതികാര രാഷ്ട്രീയവും തുടരാതെ വികസനത്തിന്റെയും ഐക്യത്തിന്റെയും പുതിയ പാത വെട്ടിത്തെളിക്കാൻ ഈ സർക്കാരിന് കഴിയട്ടെ. നല്ല കാര്യങ്ങളിൽ ജനം എന്നും കൂടെയുണ്ടാകും. വിവേകത്തോടെയും ഗുണകാംക്ഷയോടെയും ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ വി.ഡി. സതീശന് സാധിക്കട്ടെ.